വെൽക്കം ബാക്ക് ഗൈസ്. ക്രിസ്മസിന്റെ ക്ഷീണമെല്ലാം കഴിഞ്ഞ് അടുത്തൊരു പരിപാടി, ഫൈനൽ ക്രിസ്മസ് മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് വെടിപ്പായി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് എവിടേക്കാ? ബോൺനത്താലേക്ക്. നമ്മൾ പോകുന്ന വഴി കുറച്ച് കഠിനമാണ്, ബ്ലോക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഡാനിയൽ. അപ്പോൾ ഡാനിയലാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. ഡ്രൈവറല്ല, ഞങ്ങളെല്ലാവരും സീൽസിലുള്ളതാണ്. അപ്പോൾ സീൽസിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബോൺനത്താലേക്ക് പോകുന്നത്. ആൽഫ്രഡൊപ്പം ഉണ്ട്. ആൽഫ്രഡ് എപ്പോഴും. അതെ. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ക്രിസ്മസ് കഴിഞ്ഞ് എത്തിയിട്ട് എപ്പോഴെത്തി? നമ്മൾ 6 മണി 7 മണിയല്ലേ രാവിലെ എത്തിയപ്പോൾ. അപ്പോൾ മലയും കുന്നൊക്കെ കയറിയിട്ട് രാവിലെ ആ സമയത്ത് എത്തി. പിന്നെ ഒരു ഉറക്കമായിരുന്നു. അല്ല, ഞാൻ എണീറ്റ് അൽഫ്രഡ് എപ്പോഴും എണീറ്റന്ന്? ഞാൻ 5 മണിക്ക്. 5 മണിക്ക് വൈകിട്ടല്ലേ? അന്ന് അത്ര ആ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടറിയാം, ഉറങ്ങി തൂങ്ങി ചത്തട്ടായിരുന്നു കൊണ്ടായിരുന്നത്. ഇന്നിനി നേരെ തൃശ്ശൂർക്ക് പോകണം. എപ്പോഴെത്താന്ന് അറിയില്ല, ഫുൾ ബ്ലോക്കാണ്. നമ്മള് വേറെ വഴിക്കൂടെയൊക്കെ പോണേ. അപ്പോ ഇനി അവിടെ പോകണു, അവിടുത്തെ കാര്യങ്ങൾ നോക്കണു, നത്തലേക്ക് കയറണു, അടിച്ചു പൊളിക്കണു. അതാണ് ഇന്നത്തെ പരിപാടി. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. നമ്മൾ ഡാൻസ് ഇപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്. ഇതിന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം കളി തുടങ്ങാൻ. ഇതാണ് മെറീൻ, നമ്മുടെ പള്ളിയത്തെ. ഇത് അന്ന, ട്രഷറർ, ഇത് രശ്ന. ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മളൊരു പൊളി പൊളിക്കാൻ. അൽഫ്രഡ് പിന്നെ പൊളിക്കാം. എനിക്ക് വയ്യ. പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഡ്രസ്സപ്പ് ആയിട്ടുണ്ട്. കാണിടാ, നീ എന്താ ഡ്രസ്സ് ഇടാതെ? പൊളിക്കോ ഡ്രസ്സ് കൊടുത്തോളൂ. അപ്പൊ പൊളിക്കില്ലേ? സെറ്റാക്കാം. നമ്മൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ലോറിയിൽ തടിച്ചുകൂടി കയറി പോയിക്കൊണ്ട് നമുക്ക് പിന്നെ VIP ലോഞ്ചായിട്ട് പ്രാവശ്യം നമ്മുടെ വണ്ടി മാത്രമേ കടത്തി വിടുള്ളൂ. ഇവിടെ ഫുൾ റെഡായി വരുന്നുണ്ട്. അവിടെ തുടങ്ങിയ ഏകദേശം പരിപാടി. നമ്മള് CLC ആയിട്ട് നമുക്ക് എത്തിയാൽ മതി. VIP വെരി ഇമ്പോർട്ടന്റ്. ഇതാണ് സെന്റ് തോമസിന്റെ ഒരു പാത. തുണക്ക് പിടിക്കണ്ട, പോലീസിനോട് മാറാൻ പറഞ്ഞു. കാരണം നമ്മൾ വന്നത് എല്ലാവരും മാറി തരുന്നുണ്ട്. നമ്മൾ ഇത് റൂട്ടിലെത്തി, എല്ലാവരും പച്ചയിട്ട് സെറ്റപ്പ് ആയിട്ടിരിക്കുന്നുണ്ട്. ഹായ് പറ ഗൈസ്. ഞങ്ങള് ഒരു കൊച്ചിന്റെ ഇടവേളക്ക് അല്ല കുറച്ച് നമ്മുടെ ഇടവക്ക് വന്ന് ഭരിച്ച് അമൃത്തിട്ട് പോയ അച്ഛനാണ്. എവിടെ കണ്ടാലും നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ഹായ് പറയും. അച്ഛൻ്റെ ഒരു അതെ വരണ്ടേ ഇനി നമ്മുടെ പരിപാടിക്ക് വരില്ലേ? പിന്നെ തീർച്ചയായും അതല്ല എന്താ പറയാ, അല്ല അച്ഛനായിട്ട് വരണം, ശരിക്കും വരണം. അപ്പോഴാണ് കാര്യങ്ങൾ ഓണാവുള്ളൂ. നമുക്ക് രാത്രിയൊക്കെ പോകണം. ഞാൻ പറയട്ടെ, ഞാൻ CLCയിൽ ഇറപ്പോഴാണ് ബാക്കി പിള്ളേര് പറയണത്. അവര് 12 മണി വരെ വർക്ക് ചെയ്യും. അതായത് അച്ഛനായിട്ട് സിനിമയ്ക്ക് പോവാ, ഫുഡ് കഴിക്കാൻ പോവാ. കേക്കണ്ട ഞങ്ങള്. പിന്നെ അച്ഛൻ വന്നിട്ടാണ് ഞാൻ കാത്തിരിക്കുക. വികാരിയച്ഛനായിട്ട് വരണേ ഇനി ഇവിടേക്ക് തന്നെ സാധനം. കുറച്ചാലത്തേക്കല്ല 3 വർഷത്തേക്ക്. അതല്ലേ പൊളിക്കണം. അപ്പൊ 6 ആക്കാം. ഓക്കെ ശരി, കാണാം. ഞങ്ങൾ CLCയുടെ ഗ്രീൻ ആർമി. ബൈ. മൊത്തത്തിൽ കാണിച്ചോളൂ. ഡ്രസ്സപ്പ് ആയി, ഇനി നേരെ പോവാ, കളിക്കാ, തിമിർക്ക്, അത്രേ ഉള്ളൂ. ഫുൾ ഡ്രസ് കോസ്റ്റ്യൂമിൽ സെറ്റ് ആയതുകൊണ്ട് ഇനി പോവാ ക്രിസ്മസിന്റെ ബോൺനത്താര കളറാക്കാം. അത്ര ഉള്ളു. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? എങ്ങനെയുണ്ടെന്ന് പറ. കോസ്റ്റ്യൂം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കാണാല്ലേ? ലൈറ്റ് കത്തുന്നില്ലേ? കത്തുണ്ട്. അത്ര ഉള്ളു. ഇനി ബാക്കി നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ കാണാം. കുറെ നേരം ഇവരെ ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്രാവശ്യം കുറെ ഇടവകയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണോന്ന് അറിയില്ല. റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റാണ് വരാറ്. പക്ഷെ ഇപ്രാവശ്യം കുറെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ കുറെ നേരമായിട്ട് അവർ വന്നിട്ടില്ല. ഇപ്പൊ തന്നെ നമ്മുടെ കളക്ടർ വന്നിട്ട് നമ്മളൊന്ന് അഭിസംബോധന ചെയ്തു. വേസ്റ്റ് കളക്ഷൻ നമ്മളാന്ന് പറഞ്ഞൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഗൈസ് തുടങ്ങാൻ പോകണുള്ളൂ. ഇത് തുടങ്ങിയിട്ട് നമ്മളൊരു പൊളിക്കും. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എല്ലാം സെറ്റപ്പായി. ഇനി നേരെ പോവാണ്. അതിൻ്റെ ഒപ്പം നമുക്കൊരു ഫീമെയിൽ പാപ്പയും കൂടി ഉണ്ട്. അശ്ലിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളൊരു കസറാൻ പോവാണ് മക്കളെ. പൊളിക്കല്ലേ? ഡാൻസ് പൊളിക്കല്ലേ? അത്ര ഉള്ളൂ. പിന്നെ കാണാം. ഫൈനലി നമ്മൾ ഡ്രസ്സപ്പൊക്കെ ആയി. നമ്മുടെ ഗ്രീൻ ആർമീനെ കാണിച്ചു കൊടുക്കും. CLC മൊത്തം പിള്ളേരുണ്ട്. നമ്മളിനി ഒരു പൊളിക്കാൻ പോകും. പിന്നെ നമ്മുടെ പാപ്പ സെറ്റാണ്. പിന്നെ നമ്മൾ ഫീമെയിൽ പാപ്പയും സെറ്റാണ്. നമ്മളെല്ലാവരും കൂടി ഒരു വൺ പൊളിയാണ് കാണാൻ പോണത്. റെഡിനെ കാണിച്ചോ. ഇനി നമുക്ക് പൊളിച്ചിട്ട് ഡാൻസിന് കാണാം. നമുക്ക്
ക്രിസ്മസ്. വേഗം പൊക്കോ വേഗം പൊക്കോ വേഗം പൊക്കോ വേഗം പൊക്കോ. ഗായ്സ് നമ്മളങ്ങനെ റൗണ്ടിലേക്ക് കയറാൻ പോവാണ്. ഗ്യാങ് മൊത്തം ഉണ്ട്. ഫോർമേഷൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് വിട്ടു ഫോർമേഷൻ സെറ്റ് ആക്കുന്നുണ്ട്. സെറ്റ് ആയിക്കോ ഗായ്സ്. ഇത് ഗ്രൗണ്ടിൽ കയറാൻ പോവാ ഗായ്സ്. അറിയില്ല എന്താ ഉണ്ടാവുക. ഗ്രൗണ്ടിൽ കയറിയിട്ട് കാണിക്കാം നമ്മുടെ ഡാൻസ്. ഇതാ ജില്ലാശുപത്രിക്ക് മുൻവശം CLCയുടെ ക്ലീനിംഗ് പാപ്പമ ബോണ്ണതാലയുമായിട്ട് ബന്ധപ്പെട്ട് സ്വരാജ്യ റൗണ്ടിൽ കുമിഞ്ഞുകൂടിയ മുഴുവൻ മാലിന്യങ്ങളും ഒറ്റയടിക്ക് ക്ലീൻ ചെയ്യുന്ന ക്ലീനിംഗ് പാപ്പമ ഇതാ സ്വരാജ്. ഹൃദയാഭിവാദ്യങ്ങൾ. തുടങ്ങല്ലേ പൊളിക്കാൻ പോവാണ്. കുറച്ചൊക്കെ പിടിച്ച് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറ. ചത്തുന്നൊക്കെ പറ. കുറച്ച് ടയർഡെന്നൊക്കെ പറഞ്ഞു. നമുക്ക് സ്റ്റെപ്പ് അധികം അറിയില്ല. കുറച്ചറിയുള്ളൂ. അത് വെച്ചിട്ട് ചില്ലാക്കി ഒരു രക്ഷയില്ല. നല്ല എക്സ്പീരിയൻസ് ആണ് ഗൈസ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചുറ്റും ആൾക്കാർ ചുറ്റും കാണിച്ചോ. തൃശ്ശൂർ പൗരാവലി സംയുക്തമായി നടത്തുന്ന ഗൈസ് തൃശ്ശൂർ റൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തോണ്ടിരിക്കണേ. നമ്മള് മാത്രമുള്ള റൗണ്ടിൽ ബാക്കി ചുറ്റും ആൾക്കാർ കാണാതെ നോക്കിക്കാണ് നടന്നു. ഗൈസ് ഇനിയുണ്ട് ഡാൻസ്. നമുക്ക് ഇനി അടുത്തത് കാണാം. ഓക്കെ നമുക്ക് നമ്മളൊപ്പം വന്നവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഉറക്കം പറ. ചെയ്യണ്ടേ റൗണ്ട് നമ്മൾ മൊത്തം ഓൾ ആർ റണ്ണിങ്. നോക്കൂ
പട്ടിയായി വയ്യാന്നൊക്കെ പറഞ്ഞ ഒരു 4-5 ഡാൻസ് ഒരുമിച്ച് കളിച്ചതിന്റെ ഒരു എങ്ങനെയുണ്ട് ടയർന്നൊക്കെ പറഞ്ഞ ഇനിയും ഇല്ലായിരുന്ന പോലെ ഉണ്ടാവും കുറച്ചുണ്ടാവും guys. അറിയില്ല, നിങ്ങൾ കണ്ടിട്ടും പറ എങ്ങനെയുണ്ട്. നമ്മളങ്ങനെ ഡാൻസ് ഒന്നും പഠിച്ചില്ലല്ലോ. സ്പോർട്ട് കൊറിയോഗ്രാഫി ആയിരുന്നു. ആൽഫർഡായിരുന്നു എന്റെ ക്യാമറമാൻ. എങ്ങനെയുണ്ട്? ഞാൻ ഓടുന്നതിന്റെ ഇവന് ഓടിയുണ്ട്. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഒന്നും പഠിക്കാത്തതുകൊണ്ട് നമുക്ക് കയ്യിന്നിട്ട് ഇങ്ങനെ കളിക്കാം. അപ്പൊ ഗൈസിന് നമ്മളുടെ തൃശ്ശൂര് സ്വരാജ് റൗണ്ട് മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുക. ആൽഫർഡ വേണ്ട അവന്റെ ഗൈസ്. നമ്മൾ CLC-കാര് ഗ്രീൻ ആർമി എന്തായതെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം ടീം മാലിന്യങ്ങളെല്ലാം ശുദ്ധീകരിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രീൻ ടീം എടുത്തത്. അപ്പോൾ അതിൻ്റെ വർക്കും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ഡാൻസ് കളിക്കാൻ നിൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ പേര് വേസ്റ്റ് കളക്ട് ചെയ്യാനും വേണ്ടോ, വേസ്റ്റ് കളക്ട് ചെയ്യാൻ എല്ലാത്തിനും വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ റൗണ്ട് മൊത്തം ക്ലീൻ ആക്കണത് നമ്മുടെ ഒരു ചുമതലയാണ്. അതിനോടും കൂടിയാണ് നമ്മൾ ഈ ഗ്രീൻ ആർമി സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഈ ഗ്രീൻ റിഫ്ലക്ടർ വേറെ ഉണ്ടോ? അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും വേസ്റ്റ് എടുക്കേണ്ട കണ്ടോ. ആൽഫ്രഡ് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ആൽഫ്രഡിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ടു ആൽഫ്രഡ് ആൻഡ് CLC ഗൈസ്. അത് വരുന്നതാണ് ഗ്ലോറിൻ ചേട്ടൻ. പിന്നെ നമ്മുടെ പാപ്പ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഗൈസ്. ബാക്കി എന്താ നടക്കണേന്ന് ഗൈസ്. പിന്നെ ഇടയിൽ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ച് പെട്ടെന്ന് കളിച്ചപ്പോൾ ഉണ്ടായതാണ് അവർക്ക് എന്തും ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹചര്യം ആയിരിക്കണം. ബാക്കിലേ പാപ്പ വരുന്നുണ്ട്. ഇതാണ് ബാക്കില് പാപ്പ വരും. എല്ലാവരും മതി. പാപ്പ വന്നോളൂ. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വയറുകളൊക്കെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. അടുത്ത ഡാൻസ് റോക്ക് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. പിന്നാലെ നമ്മുടെ പാപ്പ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ബാക്കി കളിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ എന്റെ മോര് സർബത്ത് ഞാൻ കണ്ടു കഴിഞ്ഞു. നമുക്കിത് ചില്ലായി അടുത്ത ഗ്രൗണ്ടിലേക്ക് പോകാം. ഇവിടെ കുറെ നേരമായി കാന്താരി മോര് സർബത്ത് കുടിച്ച് ഇനി ഗ്രൗണ്ട് മുഴുവൻ കടിച്ച് പൊളിക്കാൻ കഴിയും. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഏകദേശം പേര് തീരാറിയാം. അല്ല നമ്മൾ മുമ്പ് സെന്റ് തോമസ് അല്ലേ. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കുളിർമ കിട്ടിയ വെരി നൈസ്. സോഡ ആയിക്കട്ടെ. എനിക്കൊരു സിപ്പ് വരും. ഭയങ്കര കുളിർമ കിട്ടി. ഒരു എനർജി കിട്ടിയില്ല. ഇനി പൊളിക്കല്ല. പക്ഷെ അതേ കുടിക്കണ്ടേട്ടാ. വയറിളക്കും. അല്ല വയറ് കൊളത്തും. നമ്മുടെ ടീം അങ്ങോട്ട് പോയി. നമുക്ക് അപ്പോഴേക്കും കുടിച്ചിട്ട് ഞാൻ പോകണം. അപ്പൊ ഇതിന് കുടിച്ചിട്ട് അവിടെ എത്തിയിട്ട് വരാം. ഓക്കെ. നമ്മൾ വേസ്റ്റ് ഇത്രയും കളക്ട് ചെയ്തൊരു കൂമ്പാരായുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഏകദേശം ഒരു റൗണ്ട് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ തന്നെ ഇത്രയ്ക്കായുണ്ട്. എന്തോരം വേസ്റ്റ് അല്ലേ നമ്മൾ കളക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും കളക്ട് ചെയ്തില്ല. നമ്മള് ഈ എന്താ പറഞ്ഞ ബോണത്താലിക്ക് വരുമ്പോ ഇതുപോലുള്ള കുറെ കാണാൻ കുറെ ഉണ്ട് ഗൈസ്. ശരിയപ്പോ ഇത് കണ്ടോ. നല്ലൊരു എത്ര കഷ്ടപ്പാടുണ്ടാവില്ലേ. അല്ല പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ അതും ഫോറക്സ് ആവാൻ അറിയില്ല. ഇത് എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കിയേക്കണേ. ട്രീ കണ്ടോ. ഇത് മറ്റേതല്ലേ ഫോറക്സ് ആവില്ല. നല്ല കട്ടിയുള്ള ഒരു പരിപാടി ഉഷാറായി. നിറച്ച ആൾക്കാരാണ്. നമ്മള് നട റോഡിൽ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക റൗണ്ട്.
ഏകദേശം പരിപാടി തീരാറായിട്ടുണ്ട്. നമ്മൾ സെന്റ് തോമസിന്റെ റൂട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഔട്ട്രോ ഓടിക്കായിരിക്കും. അപ്പൊ നമ്മളിത് നടന്നെത്തട്ടെ. ഏകദേശം നമ്മളൊരു പടായുണ്ട്. ഇനി നോക്കട്ടെ. അത് നമ്മൾ കണ്ടില്ല, അത് കൊള്ളാം. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ആകെ ക്ഷീണിതനായി ഒരു ഫോട്ടോ എടുത്തിട്ട് ചലിക്കാമെന്ന് വിചാരിക്കുകയാണ്. പറ്റിയായി ഗൈസ്. ക്രിസ്മസ് അങ്ങനെ ഫൈനലി കമ്മിങ് ടു ഇറ്റ്സ് എൻഡ്. ഇതിനൊരു ഫോട്ടോ കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടെ നേരെ തെറിക്കണം. നമ്മളിത് ഊരാൻ പോകാൻ അപ്പോഴേക്കും നമ്മുടെ വണ്ടി പോകാന്ന് പറയുന്നത്. ഇതൊന്നും ഒരു തരില്ലൊന്ന് ഊരാൻ ഭയങ്കര നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി പോയി. ഇനിയിപ്പൊ അടുത്ത വണ്ടി എന്നതായ സ്ഥലമില്ല. പറ്റില്ല, ഞങ്ങള് വന്ന വണ്ടിയാണോ? ഓ വസ്ത്രാക്ഷേപം ചെയ്തു നമ്മള്. ഊരപ്പോ തന്നെ പകുതി ആശ്വാസം. വയറങ്ങളെ വസ്ത്രാക്ഷേപം കഴിഞ്ഞു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം. പാഞ്ചാലി അല്ല, ഫെമിന. അതെ, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇനി നടക്കണ്ട അങ്ങോട്ട്. നമുക്ക് ഇങ്ങോട്ട് ബസ് കയറാനാ? അല്ല, ആ വണ്ടി തിരിച്ചു കയറണ്ടേ? ആ വണ്ടി വരൂല. പിന്നെ എടാ ഫൈനലി അഴിഞ്ഞാട്ടം അവന്റെ കഴിഞ്ഞു. അതെ അതെ, ഇട്ട് പറ. ക്രിസ്മസിനായിരിക്കും അവന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ഫൈനലി നമ്മൾ ഒഫീഷ്യലായി അടിച്ചു പൊളിച്ചു. അങ്ങനെ നമ്മൾ പുലിക്കൂട് തുടങ്ങി, പള്ളിയിലത്തെ കോൺനത്താല തുടങ്ങി, തൃശ്ശൂർ കോൺനത്താലിക്കാരെ നമ്മൾ സെറ്റപ്പായി. ന്യൂ ഇയറിന് പൊട്ടിക്കിടന്നുണ്ട്. സോ ഗൈസ്, ഇനി വീട്ടിൽ പോയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യാലേ. ഇത്ര ഭാഗത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.